അഡ്രസ്സ് ചെയ്യേണ്ടത് ഒരു ആക്ഷൻ കൗൺസിലിന്റെ സംവിധാനം പോലെ അത് എവിടെ നിന്നാണ് വരേണ്ടത് എന്നുള്ളൊരു ചോദ്യമാണ്. ശ്രീ സുഭാഷ് ബാബു, 20,000-ഓളം സ്ത്രീകളെ കാണാതായി എന്നുള്ളൊരു കണക്ക്, 20,000 സ്ത്രീകളെ കാണാതായിട്ടുണ്ട് എന്ന് ആക്ഷൻ കൗൺസിൽ പറയുമ്പോൾ ഇത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇത് നിയമസഭാ ചോദ്യത്തിൽ തന്നെ വന്ന കണക്കാണ്. ധർമ്മസ്ഥലവുമായി ബന്ധപ്പെട്ട് ഉയർന്ന പരാതികളൊക്കെ അതിനകത്തുണ്ട്. 260 പേരെയാണ് കണ്ടെത്താൻ കഴിഞ്ഞത് എന്ന് പോലീസ് തന്നെ പറയുന്ന ഒരു സാഹചര്യം. കുത്തഴിഞ്ഞ് കിടക്കുകയാണോ പോലീസ് സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം? ഈ നേരത്തെ പറഞ്ഞ ഡി ഗ്യാങ്ങുകളൊക്കെ ഒരു പുതിയ കാര്യമേ അല്ല. കർണാടകത്തിൽ നിറങ്ങുന്ന സിനിമകൾ അഡ്രസ്സ് ചെയ്യുന്ന ഗ്യാങ്സ്റ്റർ സിനിമകളൊക്കെ അഡ്രസ്സ് ചെയ്യുന്ന കഥകളൊന്നും ഇല്ലാ കഥകളല്ല. അതിലും വലുത് അവിടെ നടക്കുന്നു എന്നുള്ള കാര്യമാണ്. കുറെ കാലമായിട്ട് എന്തുകൊണ്ട് കർണാടക പോലീസിന് ആ തരത്തിലുള്ള ഒരു സ്ഥിതി, ഒരു സ്റ്റാറ്റസ് കോയിൽ കൂടെ തന്നെയാണോ പോയിക്കൊണ്ടിരിക്കുന്നത്? അല്ല, നമ്മളെ കേരള സംസ്ഥാനത്തിൽ നിന്ന് വ്യത്യസ്തമായ പോലീസിംഗ് ആണ് എല്ലാ സ്ഥലത്തും. അവിടെ സ്വാധീനമുള്ള ആളുകൾക്ക് പോലീസ് സംരക്ഷണം കൊടുക്കുന്നവരൊന്നും സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ പോലീസിലും മറ്റ് നിയമ സംവിധാനങ്ങളിലും ഒക്കെ സമീപിക്കാൻ തന്നെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അവരൊക്കെ വളരെ കഷ്ടപ്പെട്ടും നീതി നിഷേധത്തിന്റെ നടുവിലൊക്കെയാണ് പല ആളുകളും ജീവിക്കുന്നത്. ഏതെങ്കിലും രാഷ്ട്രീയ സ്വാധീനമുള്ളവനോ അല്ലെങ്കിൽ സാമ്പത്തിക സ്വാധീനമുള്ളവനോ മാത്രം പിടിച്ചു നിൽക്കാവുന്ന ഒരു രാഷ്ട്രീയ സംവിധാനവും അതുപോലെ തന്നെ ഒരു സാമ്പത്തിക സംവിധാനമാണ് പല സംസ്ഥാനങ്ങളിലും പോലീസിനെ സ്വാധീനിച്ചിട്ടുള്ളത്. അപ്പൊ ഇതുകൊണ്ട് ഇങ്ങനെ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഇതിനിപ്പം നേരത്തെ നമ്മുടെ ഈ പാനലിസ്റ്റ് പറഞ്ഞ മതി, ശ്രീമതി ഗീത ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞ പ്രകാരം ഇതിനകത്ത് എവിടെ നിന്നൊക്കെ ആളുകൾ മിസ്സിംഗ് ആയിട്ടുണ്ടെന്നുള്ളത് അതിനകത്ത് ഇപ്പം 485 കേസുകളോ മറ്റോ പോലീസ് അവിടുന്ന് ധർമ്മസ്ഥലം എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ നിന്ന് തന്നെ മാത്രം റിപ്പോർട്ട് ചെയ്ത കേസുകൾ ഇത്ര വർഷങ്ങളിൽ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതിൽ ഈ മിസ് ചെയ്ത ആളുകളോ ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ഇങ്ങനെ ചോദിച്ചിട്ട് ഏകദേശം ഒരു കണക്കെടുത്തിട്ട് അവരുടെ ഐഡന്റിറ്റി ഒക്കെ മനസ്സിലാക്കിയിട്ട് ഈ നമ്മളിപ്പം ഇവിടെ ഞാനാണ് ശവശരീരം കുറെ എന്നെ നിർബന്ധിച്ച് ഭയപ്പെടുത്തി ചെയ്തതാണെന്ന് പറയുന്നത്, അതിൽ ഏതെങ്കിലും വ്യക്തികളെ ഐഡന്റിഫൈ ചെയ്യാൻ ആ വ്യക്തിക്ക് കഴിയുകയാണെങ്കിൽ ആ സ്ഥലം ഐഡന്റിഫൈ ചെയ്ത് അവിടെ കുഴിച്ചെടുത്തതിന് ശേഷം അയാളെ ഐഡന്റിഫൈ ചെയ്തില്ലെങ്കിൽ ഈ കേസുകൾ ഒരൊറ്റ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ അത് വളരെ ശ്രദ്ധിച്ച് ആണ് ഇതിവിടെ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിലും അത് വളരെ ശ്രദ്ധിച്ചേ ചെയ്യാൻ പറ്റുള്ളൂ. അത് അദ്ദേഹത്തിന്റെ 100% സത്യസന്ധതയോടുകൂടിയുള്ള വെളിപ്പെടുത്തലായിരിക്കണം. ആ സ്ഥലം കൃത്യമായിട്ട് അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കാൻ സാധനം ആ സ്ഥലത്ത് നിന്ന് ഏതെങ്കിലും വിവരം കിട്ടുമെന്ന് നോക്കണം. അത് അവിടെ മാത്രം ഒതുങ്ങിയിരിക്കണം. കാരണം എവിടൊക്കെ ഏതൊക്കെ രീതിയിലാണ് ഈ ഓരോ വർഷവും ഓരോ സമയത്തും ഇത് കൊണ്ടൊന്ന് കുഴിച്ചിട്ടതെന്ന് അല്ലെങ്കിൽ സംസ്കരിച്ചതെന്ന് അദ്ദേഹത്തിന് പോലും പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം അല്ലാതെ വേറെ പലരും കൊണ്ടുപോയിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇത് ഏത് ബോഡി എവിടെ നിന്ന് എടുക്കുക എന്നുള്ളതാണ് അന്വേഷണത്തിന്റെ പ്രാഥമികമായിട്ട്. അത് കഴിഞ്ഞിട്ട് ഐഡന്റിഫിക്കേഷൻ വന്നു കഴിഞ്ഞതിന് ശേഷം നോക്കിയാൽ ഇതിനകത്ത് കുറെ പ്രതികളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ആ പ്രതികളെ ഈ പറയുന്ന ഏതൊക്കെ സ്ത്രീകളായാലും പുരുഷന്മാരായാലും മിസ്സിംഗ് ഉള്ള ആളുകളെ സംബന്ധിച്ചുകൊണ്ട് അവിടുത്തെ ഈ എക്സിബിഷൻ സമയത്ത് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ ഇതില് സാധ്യതയുള്ള പ്രതികളായിട്ട് അദ്ദേഹം പറയുന്ന ആളുകളെ പിടിച്ച് ചോദ്യം ചെയ്ത് അവരിൽ നിന്ന് കിട്ടുന്ന തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഒരു പരിധി വരെ കേസുകളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും.